ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ ഏതാനും ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. Question: Colloidal soils are transported by options water, wind, gravity, ice. Answer is option C, gravity. നമുക്ക് എന്താണെന്ന് നോക്കാം. Soil was originally formed at A, but due to some external agent, soil was moved to B. അതായത് എയിൽ ഫോം ചെയ്ത സോയിൽ എക്സ്റ്റേണൽ ഏജൻറ്റ് കാരണം ബിയിലെത്തി ബിയിൽ ഡെപ്പോസിറ്റായി. അത്തരം സോയിൽസ് ആണ് ട്രാൻസ്പോർട്ടഡ് സോയിൽസ്. ഇനി ഈ ഏജൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഇതിൽ ഫസ്റ്റ് നോക്കാം. ഈ ഏജൻറ്റ് എയിൽ നിന്നും ബിയിലോട്ട് സോയിൽ എത്താൻ കാരണമായ ഏജൻറ്റ് ഗ്രാവിറ്റി ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഗ്രാവിറ്റി ആണെങ്കിൽ ആ സോയിലിനെ പറയുന്ന പേരാണ് കൊളൂവിയൽ സോയിൽസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വാട്ടർ. എയിൽ നിന്നും ബിയിലോട്ട് സോയിൽ ക്യാരി ചെയ്തത് വാട്ടർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സോയിലിനെ പറയുന്ന പേരാണ് അലുവിയൽ സോയിൽസ്. അലുവിയൽ സോയിൽസ്. അടുത്ത ഓപ്ഷൻ വിൻഡ്. എയിൽ നിന്നും ബിയിലോട്ട് വിൻഡാണ് സോയിൽ ക്യാരി ചെയ്തത്. ആ സോയിലിനെ പറയുന്ന പേരാണ് എയോലിയൻ സോയിൽ. എയോലിയൻ സോയിൽ. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഐസ്. ഐസ് അല്ലെങ്കിൽ മോർ ജനറൽ ടേം ഗ്ലേഷ്യർ ആണ്. ഗ്ലേഷ്യേഴ്സ്. എയിൽ നിന്നും ബിയിലോട്ട് ഗ്ലേഷ്യേഴ്സ് ആണ് സോയിലിനെ ക്യാരി ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ സോയിലിനെ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് സോയിൽ. ഡ്രിഫ്റ്റ് സോയിൽ. പിന്നെ കൊളൂവിയൽ സോയിൽസിൻ്റെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് കൊളൂവിയൽ സോയിലാണ് താലസ് അല്ലെങ്കിൽ ടെയിലസ്. ഓക്കെ. Question: When the product of rock weathering are not transported but remain at the place of formation is called options alluvial soil, talus, residual soil, aeolian soil. Answer is option C, residual soil, because they are asking about not transported. നമുക്കറിയാം എയോലിയൻ സോയിൽ, ടെയിലസ്, അലുവിയൽ സോയിൽ ഒക്കെ ട്രാൻസ്പോർട്ടഡ് സോയിൽസ് ആണ്. ഇനി റെസിഡ്യുവൽ സോയിൽ എന്താണെന്ന് നോക്കാം. റെസിഡ്യുവൽ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ ഫോം ചെയ്ത് എയിൽ തന്നെ ഡെപ്പോസിറ്റായ സോയിൽസ്. അതായത് വേറൊരു എക്സ്റ്റേണൽ ഏജൻറ്റും അതിനെ ക്യാരി ഒന്നും ചെയ്തില്ല, അത് എയിൽ തന്നെ ഡെപ്പോസിറ്റായി. അങ്ങനത്തെ സോയിലിന് പറയുന്ന പേരാണ് റെസിഡ്യുവൽ സോയിൽ. ഓക്കെ, എയിൽ ഫോം ചെയ്തു, എയിൽ തന്നെ ഡെപ്പോസിറ്റഡായി. അങ്ങനെയുള്ളതാണ് റെസിഡ്യുവൽ സോയിൽ. Question: Bentonite is a material obtained due to the weathering of options quartzite, volcanic ash, limestone, shales. Answer is option B, volcanic ash. അതായത് വോൾക്കാനിക് ആഷിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ചിട്ടാണ് ബെൻഡോണൈറ്റ് ഫോം ചെയ്യുന്നത്. ഇനി വോൾക്കാനിക് ആഷ് ഉണ്ടാവുന്നത് വോൾക്കാനിക് എക്സ്പ്ലോഷൻ്റെ ഫലമായിട്ടാണ്. വോൾക്കാനിക് എക്സ്പ്ലോഷൻ ഫോംസ് വോൾക്കാനിക് ആഷ്. ഈ വോൾക്കാനിക് ആഷ് പിന്നെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ബെൻഡോണൈറ്റ് ഫോം ചെയ്യുന്നത്. ഒരുപാട് അപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളൊരു മെറ്റീരിയലാണ് ഈ ബെൻഡോണൈറ്റ്. ഇതിൻ്റെ മെയിൻ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഹൈ shrinkage and swelling. High
പ്ലാസ്റ്റിക്, ഹൈലി പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഹൈ വാട്ടർ അബ്സോർബിംഗ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡോണേറ്റ് മെയിൻലി യൂസ് ചെയ്യുന്നത് ഡ്രില്ലിംഗ് പർപ്പസിനാണ്. ഡ്രില്ലിംഗ്, അതായത് ബെൻഡോണേറ്റ് വാട്ടറിൽ ആഡ് ചെയ്തിട്ട് ബെൻഡോണേറ്റിൻ്റെ ഒരു സ്ലറി ഉണ്ടാക്കും. ആ സ്ലറി ഹൈലി ഷിയർ തിന്നിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതാണ്. അപ്പോൾ നമ്മളെ ഡ്രില്ലിംഗ് ഓപ്പറേഷൻസൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ വേറെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടറിയിൽ നമ്മൾ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ബെൻഡോണേറ്റ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഉള്ള വേറൊരു ആപ്ലിക്കേഷനാണ് ഈ ലാൻഡ് ഫിൽ ഏരിയാസിലൊക്കെ ലാൻഡ് ഫില്ല് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബോട്ടം ലെയറിൽ നമ്മൾ അതിൻ്റെ ഈ ലീച്ചിങ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബെൻഡോണേറ്റിൻ്റെ ലെയർ കൊടുക്കും. അതും ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ലാൻഡ് ഫില്ലിങ്ങിലും വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ബെൻഡോണേറ്റ്. ഇനി നമുക്ക് ബാക്കിയുള്ള മെറ്റീരിയൽസ് കൂടെ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്വാർട്സൈറ്റ്. ക്വാർട്സൈറ്റ് ഈസ് എ ഫോം ഓഫ് മെറ്റാമോർഫിക് റോക്ക്. ഒരു മെറ്റാമോർഫിക് ഫോർമേഷനാണ് ക്വാർട്സൈറ്റ്. ക്വാർട്സൈറ്റ് ഫോം ചെയ്യുന്നത് സാൻഡ്സ്റ്റോണിൽ നിന്നാണ്. അതായത് സാൻഡ്സ്റ്റോണിന് മെറ്റാമോർഫിസം സംഭവിച്ചിട്ട് ഫോം ചെയ്യുന്നതാണ് ക്വാർട്സൈറ്റ്. അതായത് സാൻഡ്സ്റ്റോണിന് ടെക്ടോണിക് മൂവ്മെൻറ്റ്സ് കാരണം കംപ്രഷനും അതുപോലെ തന്നെ ഹീറ്റ് ചേഞ്ചും ഒക്കെ സംഭവിക്കും. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് ക്വാർട്സൈറ്റ്. ഓക്കെ, ഇനി ലൈംസ്റ്റോണും ഷെയിൽസും രണ്ടും സെഡിമെൻ്ററി റോക്സ് ആണ്. ഷെയിൽസ് രണ്ടും സെഡിമെൻ്ററി. ഓക്കെ, ഇനി ഷെയിൽസിന് നമ്മൾ ജനറലായിട്ട് മഡ് എന്ന പേരിൽ പറയുന്നത് ഷെയിൽസ് ആണ് ശരിക്കും. ലൈംസ്റ്റോൺ ഹൈലി കാർബണേറ്റഡ്, അതായത് കാർബണേറ്റഡ് സെഡിമെൻ്ററി റോക്കാണ് ലൈംസ്റ്റോൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The water content of highly organic soil is determined in an oven at a temperature of options 105 degree Celsius, 60 degree Celsius, 27 degree Celsius, 4 degree Celsius. Answer is option B, 60 degree Celsius. അതായത് വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സോയിലിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ്. ഒരു ലബോറട്ടറി ടെസ്റ്റാണ്. അപ്പോൾ ഈ ടെസ്റ്റിൽ നമ്മൾ ഓവൻ കീപ്പ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 ± 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇത് സാധാരണ സോയിലിൻ്റെ കേസിൽ. പക്ഷേ ഓർഗാനിക് സോയിലിൻ്റെ കേസിൽ ഈ ടെമ്പറേച്ചർ 60 ഡിഗ്രിക്കും അതുപോലെ തന്നെ 80 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. 110 ഡിഗ്രി സെറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഡിഗ്രിയാണ് വാട്ടറിൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ. അപ്പോൾ 100 ഡിഗ്രിക്ക് മുകളിലുള്ളൊരു ടെമ്പറേച്ചറിൽ ഓവൻ കെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോയിലുള്ള കംപ്ലീറ്റ് വാട്ടറിനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും. അങ്ങനെ ഓവനിൽ വെക്കുന്നതിന് മുമ്പുള്ള വെയിറ്റും അതുപോലെ തന്നെ ഓവനിൽ വെച്ചതിന് ശേഷമുള്ള വെയിറ്റും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഓർഗാനിക് സോയിലിൻ്റെ കേസിൽ 60 to 80 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഇടയിൽ തന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് ഓക്സിഡൈസ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓക്സിഡൈസ് ചെയ്ത് പോയാൽ ആ സോയിലിൻ്റെ പ്രോപ്പർട്ടി തന്നെ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഗാനിക് സോയിലിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ഓവൻ ടെമ്പറേച്ചർ 60ക്കും 80ക്കും ഇടയിൽ കെപ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ. Pycnometer method for water content determination is more suitable for which type of soil? Options: loess, clay,
sand, silt. Answer is option C, silt. വാട്ടർ കണ്ടന്റ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള മറ്റൊരു ലബോറട്ടറി ടെസ്റ്റാണ് പൈക്കനോമീറ്റർ മെത്തേഡ്. ഈ പൈക്കനോമീറ്റർ മെത്തേഡിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സോയിലിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന സോയിലിൽ എയർ എൻട്രാപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എയർ എൻട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷൻ്റെ റിസൾട്ടിൽ അത് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. റിസൾട്ട് അക്യുറേറ്റ് അല്ലാതെ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കോഴ്സ് ഗ്രെയിൻഡ് ആയിട്ടുള്ള സോയിൽസിനായിരിക്കും പൈക്കനോമീറ്റർ മെത്തേഡ് വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷന് യൂസ് ചെയ്യുന്നത്. കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസ്. കാരണം കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസിൻ്റെ കേസിൽ എൻട്രാപ്പ് ചെയ്ത എയർ ഈസിലി നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ റിസൾട്ടിന് അത് കാര്യമായി ബാധിക്കില്ല. അക്യുറസി നല്ലപോലെ കിട്ടും. സോ ഒരു കോഴ്സ് ഗ്രെയിൻഡ് സോയിലാണ് കോൾഡ് സാൻഡ്. അപ്പോൾ മോർ അക്യുറേറ്റ് ആൻസർ കോൾഡ് സാൻഡാണ്. ബാക്കിയുള്ള 3 ഓപ്ഷൻസും ലോയസ്, ക്ലേ, സിൽട്ടൊക്കെ ഫൈൻ ഗ്രെയിൻഡ് സോയിൽസ് ആണ്. സോ പൈക്കനോമീറ്റർ മെത്തേഡ് ഈസ് മോർ suitable for sand. Option C, sand.